വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു വള്ളിച്ചെടിയാണ് ഗാർലിക് വൈൻ. വൈബ്രൻ്റ് ആയിട്ടുള്ള പേർപ്പിൾ ലാവൻഡർ കളർ ഫ്ലവറാണിത്. ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു ഗാർലിക് സ്മെല്ലുണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഈ ചെടിക്ക് ഗാർലിക് വൈൻ എന്ന പേര് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാലന രീതികളെന്ന് നോക്കാം. നല്ല വെയിലിലോ പാർഷ്യൽ ഷെയ്ഡിലോ വളർത്താം. പാർഷ്യൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 3 to 4 hours വെയിൽ കിട്ടണം. പ്രൂൺ ചെയ്യാതെ വിട്ടാൽ എത്ര നില കെട്ടിടത്തിൻ്റെ മുകളിലേക്കും ഇത് കയറും. വിഗറസ് ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഞാൻ എൻ്റെ ഈ ചെടിയെ ഒരു കമുകിലേക്കാണ് പടർത്തി കയറ്റിയിരിക്കുന്നത്. വീടിൻ്റെ ടെറസിൻ്റെ ഹൈറ്റിലാണ് ഇത് പൂവിട്ടിരിക്കുന്നത്. ഇനി മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ് അഭികാമ്യം. വലിയ പോട്ടുകളിലും നടാം. ഗാർഡൻ സോയിലും കമ്പോസ്റ്റും സാൻഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സിൽ വലിയ പോട്ടുകളിലേക്ക് നട്ടുവെക്കാം. അല്ലെങ്കിൽ നിലത്ത് നടാം. എൻ്റെ ചെടി നിലത്താണ് നട്ടിരിക്കുന്നത്. വേനൽക്കാലത്തൊക്കെ ദിവസേന നന കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനങ്ങനെ കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളയിലൊന്നും അങ്ങനെ വളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെയായി മാസത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. ഫ്ലവറിങ് സീസണിൽ ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് നല്ലതാണ്. TAP, NPK ഇതൊക്കെ ഫോസ്ഫറസ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ്. പൊതുവേ ജൂലൈ മുതൽ നവംബർ വരെയാണ് നിറഞ്ഞു പൂത്ത് കിടക്കുന്നത് കാണാറുള്ളതെങ്കിലും പ്രോപ്പർ കെയർ കൊടുക്കുകയും റെഗുലറായി വളപ്രയോഗം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ വർഷം മുഴുവൻ പൂക്കളുടെ ക്ലസ്റ്റർ ഉണ്ടായി കാണാറുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നീളത്തിൽ പോകുന്ന വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ കാര്യമായൊരു സപ്പോർട്ട് കൊടുക്കണം. വേലികളിലോ പന്തൽ പോലെ കെട്ടിയോ ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തിയോ ഒക്കെ വളർത്തിയെടുക്കാം. പൂവിട്ട് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുത്ത് വളപ്രയോഗവും നടത്തി നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊതുവെ അങ്ങനെ കീടശല്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ചെടിയാണ്. എന്തെങ്കിലും കീടാക്രമണങ്ങൾ ഉണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഗാർഡനിൽ ഉൾപ്പെടുത്തേണ്ട ചെടിയാണ് ഗാർലിക് വൈൻ. പൂത്ത് കിടക്കുന്നത് കാണാൻ അപാര ഭംഗിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്.